ഹലോ, വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 3500 വർഷം പഴക്കമുള്ളൊരു ഫുഡാണ്. ആ ഫുഡാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാനത് തുണി കൊണ്ടിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പതുക്കെ അതാണ് കവർ ചെയ്യുക. പക്ഷെ അതിന് മുമ്പ് ഈ ഫുഡിൻ്റെ കഥ പറയാം. ഈ കഥയ്ക്ക് 3500 വർഷം പഴക്കമുണ്ട്. ഇസ്രായേൽക്കാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന സമയമാണ്. അവരെ കഷ്ടപ്പെടുത്താൻ ഫുഡൊക്കെ കൊടുക്കും, പക്ഷേ കംപ്ലീറ്റ് വർക്കാണ് എല്ലാം മുറിയെ പണിയെടുക്കണം. ഈ സമയത്ത് ദൈവത്തിനെ സഹിച്ചില്ല. ദൈവം തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് മോശയെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. മോശ പലതവണ ഫറവോ രാജാവിനോട് പറഞ്ഞു. ഫറവോ രാജാവ് കേൾക്കുന്നില്ല. പല കലാമിറ്റീസ്, മഹാമാരികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഫറവോയുടെ മനസ്സിങ്ങനെ കടുകട്ടിയായിക്കൊണ്ടിരിക്കുക. അവസാനത്തെ ദൈവത്തിൻ്റെ വഴിയായിരുന്നു ഒരു ഏഞ്ചൽ ഓഫ് ഡെത്തിനെ അടക്കാണ് ഈജിപ്തിലേക്ക്. ഏഞ്ചൽ ഓഫ് ഡെത്തിനെ അയച്ചപ്പോൾ അവിടെയുള്ള ഫസ്റ്റ് ബോൺ, അത് മനുഷ്യരുടെ മാത്രമല്ല, മൃഗങ്ങളുടെ എല്ലാ ഫസ്റ്റ് ബോൺ കൊല്ലപ്പെടുകയാണ്. പക്ഷെ ഇസ്രായേൽക്കാരുടെ ആരും തൊട്ടില്ല. അപ്പോൾ മാലാഖ പറഞ്ഞിരുന്നു ഇസ്രായേൽക്കാരോട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു മാർക്കിംഗ് നടത്തണം. ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം നിങ്ങൾ ഡോർ പോസ്റ്റിൽ ഇങ്ങനെ തേക്കണം. പിന്നീട് ആ കുഞ്ഞാടിൻ്റെ ഭക്ഷണം കഴിക്കണം. പിന്നെ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കണം, തിടുക്കത്തിൽ കഴിക്കണം. അങ്ങനെയാണ് ഈ പാസ് ഓവർ മീലിൻ്റെ ആരംഭം. ഈ പാസ് ഓവർ മീലിൽ കുറേ കാര്യങ്ങൾ അവർ കഴിക്കും. അതിൻ്റെ അകത്ത് ഒരു പാത്രം ഉപ്പ് വെള്ളം ഉണ്ടാവും. അത് അവരുടെ കണ്ണീരായിട്ട് കാണുന്നത്. ഈജിപ്തിൽ അവരൊഴിക്കുക കണ്ണീരായിട്ട് കാണുന്നത്. പിന്നെ ഇലകളുണ്ടാവും, കയ്പുള്ള ഇലകളുണ്ടാവും. കയ്പ് നിറം ജീവിതത്തെക്കുറിച്ച്, അടിമത്തത്തിൻ്റെ കയ്പിനെക്കുറിച്ച് ഓർപ്പിക്കാനുള്ള ഇലകളുണ്ടാവും. പക്ഷേ ഈ പാസ് ഓവർ മീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അപ്പമാണ്. അത് അൺലെവൻഡ് ബ്രെഡാണ്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് മാസ എന്നതിന് പറയുന്നത്. ഈ മാസ ബ്രെഡാണ് ഈ പാസ് ഓവർ മീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ മാസ ബ്രെഡാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ലാസ്റ്റ് സപ്പറിൻ്റെ സമയത്ത് ശിഷ്യന്മാരിങ്ങനെ ചുറ്റുമിരിക്കുമ്പോൾ ഈ മാസ ബ്രെഡ് എടുത്തിട്ടാണ്, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങളിത് ഭക്ഷിക്കുവിനെന്ന് പറഞ്ഞത്. ദ സെയിം ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈശോ ഈ ഭൂമിയിലായിരിക്കാൻ, തന്നെ തന്നെ എന്നും നിലനിർത്താൻ ഈശോ എടുത്ത രൂപമാണ് ഈ മാസ ബ്രെഡ്. ആൻഡ് ദിസ് ബിക്കംസ് ജീസസ്. മാസ ബിക്കംസ് മെസ്സയ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്, ഈ മാസയും ജീസസും തമ്മിൽ വെൽ കണക്റ്റഡ് ആണ്. മാസയും ജീസസും തമ്മിൽ വെൽ കണക്റ്റഡ് ആണ്. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്ന്, ഇത് പുളിപ്പില്ലാത്തപ്പോൾ അൺലെവൻഡ് ബ്രെഡാണ്. കാരണം അവർക്ക് പുളിപ്പ് ചേർക്കാനുള്ള സമയം കിട്ടിയില്ല. അവർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. അതുകൊണ്ടാണ് പുളിപ്പ് ചേർക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ അൺലെവൻഡ് ബ്രെഡ് എന്ന് പറയുന്നത് ആരാ? അത് ജീസസ് ആണ്. ഈ പുളിപ്പെന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഭാഷയിൽ പാപമാണ്. ഇറ്റ്സ് സിൻ. ഹൂ ഈസ് വിത്തൗട്ട് സിൻ? ജീസസ് ഈസ് വിത്തൗട്ട് സിൻ. സോ മാസ ബ്രെഡ് എന്ന് പറയുന്നത് അത് ജീസസ് തന്നെയാണ്. ഒന്നാമത്തത്. രണ്ടാമത്തെന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ കളർ നോക്കിയേ. ഈ മാസ ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് ബീറ്റൻ, ഇറ്റ് ഈസ് സ്ട്രിപ്ഡ്, ഇറ്റ് ഈസ് വൂണ്ടഡ്. ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ കാണാൻ, മുറിവൊക്കെ കാണാൻ പറ്റും. എക്സാക്ട്ലി ജീസസിന് സംഭവിക്കുന്നത് തന്നെയാണ്. ഹി വാസ് വൂണ്ടഡ്, ഹി വാസ് സ്ട്രിപ്ഡ്, ഹി വാസ് ബീറ്റൻ. ഇല്ലേ? ഈശോ ഇങ്ങനെ അടികൊണ്ട മനുഷ്യനാണ്, തുളയ്ക്കപ്പെട്ട മനുഷ്യനാണ്, സ്ട്രിപ്പ് ചെയ്യപ്പെട്ട മനുഷ്യനാണ്. ഈ മെൽ ഗിബ്സന്റെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിൽ ഒരു കാഴ്ചയുണ്ട്. ഈശോ കുരിശ് തൂക്കി കാൽവരിയുടെ നെറുകിലെത്തി കഴിയുമ്പോൾ പിന്നീട് കുരിശ് തറക്കണം ഈശോ. അതിന് മുമ്പ് അവർ ചെയ്യുന്ന എന്താ? ഈശോയുടെ വസ്ത്രം ഇങ്ങനെ കീറിക്കളയാണ്. ആ സിനിമയുടെ ഒരു കാഴ്ച, അതിന് തൊട്ട് മുമ്പത്തെ സീൻ എന്ന് പറയുന്നത് ലാസ്റ്റ് സപ്പറിലേക്ക് കൊണ്ടുപോകും. ലാസ്റ്റ് സപ്പറിലേക്ക് കൊണ്ടുപോയിട്ട് ഈശോ ഈ മേശപ്പുറത്തിരിക്കുന്ന മാസ ബ്രെഡ് മൂടിയ തുണി ഇങ്ങനെ പതുക്കെ തുറക്കുന്നുണ്ട്. ഇതേ സമയത്ത് പിന്നെ കട്ട് വോട്ട് ഈശോയുടെ ശരീരത്തിൽ ഈ തുണി ഇങ്ങനെ കീറിക്കളയാണ്. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അപ്പോൾ രണ്ടാമത്തെ മാസ ബ്രെഡ് എന്ന് പറയുന്നത്, മാസ ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ജീസസ് വാസ് സ്ട്രിപ്ഡ്, ബീറ്റൻ ആൻഡ് ക്രൂലി വൂണ്ടഡ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം പോലെയാണ്. ഇതിൻ്റെ അകത്ത്
ഒരു സെഷനിൽ 3 ഡിവിഷൻ ഉണ്ട്, അതിൽ 3 അപ്പം ഉണ്ടാവും. അവർ പറയുന്നത് ഈ 3 അപ്പം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്ന് പറയുന്നത്. അതിൽ നടുക്കത്തെ അപ്പം എടുത്തിട്ട് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ വീട്ടിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുടുംബനാഥൻ ഇത് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ വലിയ പീസ് എടുത്തിട്ട് വേറൊരു തുണിക്കകത്ത് വയ്ക്കും, ഒളിപ്പിച്ച് വയ്ക്കും. ഓക്കെ, ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് അത് വീടിന്റെ എവിടെയെങ്കിലും കൊണ്ട് അവർ ഒളിപ്പിച്ച് വയ്ക്കും. എന്നിട്ട് വീട്ടിലെ ആൾക്കാർക്ക് അത് കണ്ടുപിടിക്കാം. കിട്ടുന്ന ആൾക്കാർ പിന്നീട് അത് വീണ്ടും ഒളിപ്പിച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ പാസ് ഓവർ മീലൊക്കെ കഴിയൂലേ, എല്ലാം കഴിയുമ്പോൾ ഇത് കിട്ടിയ കൊണ്ടെന്ന് പറയണം, എൻ്റെ കയ്യിലുണ്ട്, ഞാനിത് കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്കെന്ത് തരും. അപ്പോൾ കുടുംബനാഥൻ അയാൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുമ്പോൾ ആ കുട്ടി ഈ ഒളിപ്പിച്ച് വെച്ച ഈ മാസ ബ്രെഡ് കൊണ്ടുവരും. ഇതിനൊരു പ്രത്യേക വിളിപ്പേരുണ്ട്. ആ വിളിപ്പേരാണ് അഹിക്കോമൻ എന്നാണ് ഇതിന് പറയുന്നത്. അഹിക്കോമൻ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇറ്റ്സ് കോൾഡ് ഡെസേർട്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച് കളിക്കുന്ന ഡെസേർട്ട് ഉണ്ടല്ലോ, അതുപോലെ അതിനാണ് അഫിക്കോമൻ എന്ന് പറയാം. അപ്പൊ ഈ അഫിക്കോമൻ ഉണ്ടല്ലോ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ഭക്ഷണത്തിന് ഇരിക്കുന്ന എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. നമ്മൾ ആദ്യം മാസ കഴിക്കുമ്പോൾ വിശന്നിരിക്കുന്ന വയറിലാണ് കഴിക്കുന്നത്. പക്ഷേ ഇത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വയറിൽ കഴിക്കുമ്പോൾ ഭയങ്കര തൃപ്തിയോടെ കഴിക്കാൻ പറ്റുന്നതാണ്. എവ്രി വൺ പാർട്ടേക്സ് ഇൻ ദാറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ മാസ ബ്രെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിച്ച് ഇൻ ട്രഡീഷൻ, ഇറ്റ് ഈസ് റിച്ച് ഇൻ മീനിങ്, ആൻഡ് ഇറ്റ് ഈസ് റിച്ച് ബിക്കോസ് ഇറ്റ് ഈസ് ജീസസ്. അത് ഈശോ അതുകൊണ്ടാണ് അത് റിച്ച് ആവുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോ തന്നെ അപ്പത്തിൻ്റെ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 3500 വർഷം മുമ്പ് ഇസ്രായേൽക്കാർ തുടർന്നൊരു ട്രഡീഷൻ്റെ ഭാഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഓസ്റ്റി ഉണ്ടല്ലോ, അത് സെയിം കണ്ടന്റ് ആണ്. ഇറ്റ്സ് വീറ്റ് ഫ്ലോർ ആൻഡ് വാട്ടർ. അത് ഗോതമ്പാവും വെള്ളം തന്നെയാണ്. ഗോതമ്പാവും വെള്ളം വേറൊരു രൂപത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന ചെറുവസ്തി. അതിനർത്ഥം എന്താ? ഇത് തുടർച്ചയാണ്. ഇത് വലിയ റിച്ച് ഒരു ട്രഡീഷൻ്റെ തുടർച്ചയാണ്. അപ്പോൾ നമ്മൾ ഈ അഫിക്കോമിൻ കഴിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഈ മാസ കഴിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഇറ്റ് ഗീവ്സ് എ സ്ട്രെങ്ത്. നമുക്ക് സ്വർഗത്തിൽ ജീവിക്കാനുള്ള സ്ട്രെങ്ത് മാത്രമല്ല കേട്ടോ, നിത്യജീവൻ നൽകുന്ന സ്ട്രെങ്ത് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശിഷ്യന്മാർ ഇത് സ്വീകരിച്ചിട്ട് പിന്നെ തിടുക്കത്തിലോടെയാണ്. ഈശോനെ ആദ്യമായിട്ട് സ്വീകരിക്കുന്ന മറിയം തിടുക്കത്തിൽ എലിസബത്തിനെ സഹായിക്കുന്നുണ്ട്. തിടുക്കം എന്ന വാക്കാണ്. പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. വി വിൽ റൺ ഫോർ ജീസസ്. അതാണ് ശിഷ്യന്മാർക്ക് എവിടെ നിന്ന് ഈ സ്ട്രെങ്ത് കിട്ടുന്നത്? അത് ഏറ്റവും കൂടുതൽ ഇത് കഴിക്കുന്നതുകൊണ്ടാണ്. ഈ ജോണിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ജോൺ ഈശോയുടെ ഏറ്റവും അടുത്ത ശിഷ്യനാണല്ലോ, ഈശോയുടെ ഏറ്റവും തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അഫിക്കോമിൻ കഴിച്ചിട്ടുള്ള ആൾ ജോൺ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെയാണ് ജോണ് എല്ലാവരെക്കാളും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഈശോ ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ കല്ലറയിലേക്ക് ഓടി പത്രോസും യോഹന്നാനും ഓടുന്നുണ്ട്. പക്ഷേ യോഹന്നാൻ ആദ്യം എത്തിയത് ഇതുകൊണ്ടാണെന്നൊക്കെ പറയുന്ന ചില ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഈ മാസ ബ്രെഡ് അല്ലെങ്കിൽ നമ്മുടെ യൂക്കറിസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ അത് നിത്യജീവൻ മാത്രമല്ല, ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള സ്ട്രെങ്താണ് മക്കൾ നൽകുന്നത്. ഈ ഓർമ്മയോടുകൂടി നമുക്ക് കഴിക്കാം. ദിസ് ഈസ് ജീസസ് ആൻഡ് ഈറ്റ് ഇറ്റ് എവ്രി ഡേ. എല്ലാവർക്കും ഹാപ്പി കോർപ്പസ് ക്രിസ്റ്റി.